ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ക്യൂട്ടായിട്ടൊരു ഡെസ്റ്റേക്കർ ചെയ്തെടുത്താലോ നമുക്ക്. ആദ്യം തന്നെ ഒരു സൺഫ്ലവർ ആണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 4 സെൻറ്റിമീറ്റർ അളവിൽ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പേപ്പർ എടുക്കുക. യെല്ലോ കളർ ഒറിഗാമി പേപ്പർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ കോർണർ ടു കോർണർ ഒന്ന് മടക്കി കൊടുക്കുക. 2 കോർണറും ഒരേപോലെ തന്നെ മടക്കി എടുക്കുക. ഇനി അതിൻ്റെ 2 സൈഡുകളും ഈക്വലായിട്ടൊന്ന് മടക്കി കൊടുക്കാം. പേപ്പർ മടക്കി നിവർത്തി കഴിയുമ്പോൾ നമുക്ക് അതിനുള്ളിലായിട്ട് ഇതേപോലെ ട്രയാങ്കിളിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ 2 സൈഡിൽ നിന്നും ട്രയാങ്കിൾ ഷേപ്പിലെ പേപ്പർ മടക്കി എടുക്കാം. ഇനി ട്രയാങ്കിൾ ഷേപ്പിൻ്റെ 2 സൈഡിൽ നിന്നും പേപ്പർ സെൻറ്ററിലേക്കായിട്ട് മടക്കി കൊടുക്കുക. ഒരു ഭാഗം മാത്രം ഇതേ രീതിയിൽ മടക്കി കൊടുക്കുക. അതിനുശേഷം ട്രയാങ്കിളിൻ്റെ ടോപ്പ് പോർഷൻ താഴേക്കായിട്ട് പിടിക്കുക. അതായത് നമ്മളിപ്പോൾ പിടിച്ചിരിക്കുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് പേപ്പർ പിടിക്കുക. അതിനുശേഷം മുകളിൽ എക്സ്ട്രാ കാണുന്ന പേപ്പർ ഇതേ രീതിയിലൊന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് 2 സൈഡിലെ പേപ്പറിൻ്റെ അറ്റവും ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ സൺഫ്ലവറിൻ്റെ ഒരു പെറ്റൽ. ഇതേപോലത്തെ 7 പെറ്റൽസ് ആണ് നമുക്ക് വേണ്ടത്. ഓരോ പെറ്റലും ചെയ്തെടുത്തതിന് ശേഷം ഗം ഉപയോഗിച്ചിട്ട് ഇതേ രീതിയിൽ ഒന്ന് ചേർത്ത് ഒട്ടിച്ചെടുക്കാം. എല്ലാ പെറ്റൽസും ഒട്ടിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് ക്യൂട്ടായിട്ടുള്ളൊരു മിനി സൺഫ്ലവറിൻ്റെ ഷേപ്പിൽ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇതിനുള്ളിലെ അതായത് സെൻറ്ററിലെ ആ പോർഷൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ബ്രൗൺ കളർ ഒറിഗാമി പേപ്പറാണ്. പേപ്പറിൻ്റെ അളവ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ബ്രൗൺ കളർ പേപ്പർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് മാത്രം സിസർ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ചെറുതാക്കി അടുപ്പിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. പേപ്പറിൻ്റെ ഒരു സൈഡ് ഫുള്ളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അത് നമുക്ക് ഒന്ന് റോൾ ചെയ്തെടുക്കാം. റോൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ എൻഡ് പോർഷൻ ഗം ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത ആ ഭാഗം ഇതേപോലെ ഒന്ന് വിടർത്തി കൊടുക്കാം കേട്ടോ. അതിനുശേഷം അത് ഗം ഉപയോഗിച്ചിട്ട് നമ്മുടെ ഫ്ലവറിൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഒട്ടിച്ചെടുക്കാം. ഇനി ഈ ഫ്ലവറിന് നമുക്കൊരു സ്റ്റെമ്മും ലീവ്സും ഒക്കെ ഉണ്ടാക്കി എടുക്കണം. അതിനായിട്ട് ഗ്രീൻ കളർ ഒറിഗാമി പേപ്പർ എടുക്കുക. അതിൻ്റെയും അളവ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി പേപ്പറിൻ്റെ ഏതെങ്കിലും ഒരു കോർണറിൽ നിന്ന് പെൻസിലോ സ്റ്റിക്കോ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. റോൾ ചെയ്ത് കഴിയുമ്പോൾ സ്റ്റിക്ക് മാറ്റിയിട്ട് അതിൻ്റെ എൻഡ് പോർഷൻ ഗം ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. സ്റ്റെമ്മിൻ്റെ 2 സൈഡിൽ നിന്നും ചെറിയൊരു പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫ്ലവറിൻ്റെ ബാക്ക് സൈഡിലേക്കായിട്ട് സ്റ്റെമ്മിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് ഗം ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചെടുക്കാം.
ഇനി ഇതിലേക്കുള്ള ലീഫ് ചെയ്തെടുക്കണം. അതിനായിട്ട് വീണ്ടും ഗ്രീൻ കളർ ഒരു കെമി പേപ്പർ എടുക്കുക. എന്നിട്ട് അത് ഈക്വൽ ഹാഫായിട്ടൊന്ന് മടക്കി കൊടുക്കുക. മടക്ക് വീണ ഭാഗത്ത് നിന്ന് ലീഫിൻ്റെ ഷേപ്പ് വരച്ചെടുക്കുക. വരച്ച് കഴിഞ്ഞതിന് ശേഷം അതേ ഷേപ്പിൽ തന്നെ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇവിടെ വൈറ്റ് കളർ ബോർഡർ കിട്ടുന്ന മാതിരിയാണ് കേട്ടോ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഫ്ലവറിൻ്റെ സ്റ്റെമ്മിലേക്കായിട്ട് ഇത് ഒട്ടിച്ചെടുക്കാം. ഈ ഒരു ഫ്ലവർ ഓപ്പൺ ആയിട്ടുള്ള ഒരു ബോക്സിലിരിക്കുന്ന പോലെയാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്കൊരു ബോക്സ് ഉണ്ടാക്കി എടുക്കണം. അതിനായിട്ട് നമ്മളിവിടെ റെഡ് കളർ ഒരു കെമി പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ അളവ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതേ അളവിൽ ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുക. വരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ബോർഡർ വെച്ചിട്ട് സിസർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഒരുപാട് വരച്ച് ഒരുപാട് അളവുകളൊക്കെ മെൻഷൻ ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ ടഫാന്ന് തോന്നിയിട്ട് ആരും ചെയ്യാതിരിക്കരുത്. ഇതിൻ്റെ എല്ലാ സൈഡിലും ഏകദേശം ഒരേ അളവൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് അതേ അളവിൽ തന്നെ ഇതൊന്ന് വരച്ചെടുക്കുക. വരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ബോർഡറിൽ നിന്ന് സിസർ ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ 4 സൈഡിലും ഒട്ടിച്ചു കൊടുക്കാനുള്ള കുറച്ച് പേപ്പർ എക്സ്ട്രാ പുറത്തേക്കായിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ എല്ലാ സൈഡുകളും ചേർത്തിട്ട് ഗം ഉപയോഗിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അളവുകളെല്ലാം നോക്കി കറക്റ്റായിട്ട് ഒന്ന് വരച്ചെടുക്കാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമാണ് നമുക്ക് ഈ ബോക്സ് ചെയ്യാനായിട്ടുള്ളത്. അതിനുശേഷം കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മൾ വരച്ചെടുത്ത ഓരോ ലൈനിൻ്റെ മുകളിലൂടെയും നന്നായിട്ട് പ്രസ് ചെയ്തൊന്ന് മടക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ബോക്സ് ഉദ്ദേശിക്കുന്ന ഒരു കറക്റ്റ് ഷേപ്പിൽ കിട്ടും കേട്ടോ. അതിനുശേഷം അതിൻ്റെ സൈഡുകളെല്ലാം ഗം ഉപയോഗിച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബോക്സ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ബോക്സിനുള്ളിലേക്ക് ഫ്ലവർ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നതിനായിട്ട് ഒരു ബേസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് A4 ഷീറ്റാണ് വേണ്ടത്. A4 ഷീറ്റ് എടുക്കുക. എന്നിട്ട് ഇതേ അളവിൽ തന്നെ അതിൽ വരച്ചെടുക്കുക. വരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ബോർഡറിൽ നിന്ന് സിസർ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുക. ഇനി ബോക്സിൻ്റെ 4 സൈഡിലുമായിട്ട് 0.5 സെൻറ്റിമീറ്റർ മെഷർമെൻറ്റിൽ നമ്മൾ വരച്ചു കൊടുത്തിട്ടുള്ള ലൈനുകളുടെ 2 കോർണറിൽ നിന്നുമായിട്ട് ഇതേ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഓരോ ലൈനിൻ്റെയും മുകളിലൂടെ നന്നായിട്ട് പ്രസ് ചെയ്തൊന്ന് മടക്കി കൊടുക്കുക. മടക്കിയെടുത്തതിന് ശേഷം അതിൻ്റെ സൈഡുകളെല്ലാം ചേർത്ത് ഗം ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കുക.
ഇനി പേപ്പറിൻ്റെ ഏതെങ്കിലും 2 സൈഡിലായിട്ട് ഇതേപോലെ കുഞ്ഞു കുഞ്ഞു മെസ്സേജുകൾ എഴുതി കൊടുത്താൽ കുറച്ചും കൂടി ഒന്ന് ക്യൂട്ടായിട്ട് ഇരിക്കും കേട്ടോ. ഇനിയുള്ള ഈ ഒരു പോർഷൻ ഓപ്ഷണലാണ് കേട്ടോ. ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബോക്സിൽ പ്രസ് ചെയ്യുമ്പോൾ അതേപോലെ തന്നെ വീണ്ടും മുകളിലേക്കായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതി ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഈക്വൽ സൈസിലുള്ള 2 പേപ്പർ എടുക്കുക. എന്നിട്ട് അതിൻ്റെ 2 അറ്റവും ഗം ഉപയോഗിച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടൊന്ന് മടക്കി കൊടുക്കുക. മടക്കി കഴിയുമ്പോൾ അതിൻ്റെ എൻ പോർഷനും ഗം ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ അതിൻ്റെ ഒരു സൈഡ് റെഡ് ബോക്സിലും അടുത്ത സൈഡ് ഈ വൈറ്റ് ബേസ് നമ്മൾ ചെയ്തെടുത്തതിൻ്റെ ഉള്ളിലുമായിട്ട് ഒട്ടിച്ചെടുക്കുക. ഈ സൺഫ്ലവർ ഈ വൈറ്റ് പോർഷൻ്റെ സെൻറ്ററിലേക്കായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഇതുപോലെയുള്ള കുട്ടി ക്രാഫ്റ്റ് ഐഡിയാസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.